ഇന്ന് ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. മനുഷ്യന്റെ നേട്ടങ്ങളെ ബഹുമാനിക്കുന്നതിനും ലോകത്തിലെ പ്രകൃതിദത്ത വിഭവങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഓരോ പ്രദേശത്തിനും അതിൻ്റെ പൈതൃകമുണ്ട്. പൂർവികരുടെ അഗാധമായ അറിവും സംസ്കാരവും ശില്പ വൈദഗ്ധ്യവും പ്രകടമാക്കുന്ന നൂറുകണക്കിന് സ്മാരക കേന്ദ്രങ്ങളുണ്ട് ലോകത്തിൽ. തലമുറകൾക്ക് മുൻപ് പൂർവികർ കാത്തുവെച്ചു പോയ മഹത്തായ പൈതൃകങ്ങൾ കരുതലോടെ സൂക്ഷിക്കേണ്ടവ. അവ സ്ഥലങ്ങളോ സമുച്ചയങ്ങളോ വാമൊഴിയോ വരമൊഴിയോ ആയിരിക്കാം. കടന്നുകയറ്റത്തിനും മാറ്റങ്ങൾക്കും വിധേയമാകാതെ ഇവയെ കാത്തുസൂക്ഷിക്കേണ്ട കടമ മാനവരാശിയുടേതാണ്. 1964 വെനീസ് ചാർട്ടറിലൂടെയാണ് പൈതൃക സംരക്ഷണത്തിന്റെ പ്രാധാന്യം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ 1983 നവംബറിൽ യുനെസ്കോ തീരുമാനിച്ചു. അന്നേ ദിവസം സ്മാരകങ്ങളും സംസ്കാര പൈതൃക പദവിയിലുള്ള ഇടങ്ങളും സന്ദർശിക്കുന്നതുൾപ്പെടെ വ്യത്യസ്ത തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. സ്മാരകങ്ങൾക്കും സൈറ്റുകൾക്കുമായുള്ള അന്താരാഷ്ട്ര ദിനം 1982 ഏപ്രിൽ 18 ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെന്റ്സ് ആൻഡ് സൈറ്റ്സ് നിർദ്ദേശിക്കുകയും 1983 യുനെസ്കോയുടെ പൊതുസമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. യുനെസ്കോയുടെ പട്ടികയിൽ ലോകത്ത് സംരക്ഷിക്കേണ്ട പൈതൃക സ്മാരകങ്ങൾ 1000-ൽ ഏറെയാണ്. ഇതിൽ 30-ലേറെ ഇന്ത്യയിലും. രാജ്യത്ത് ഏറ്റവുമധികം സഞ്ചാരികളെത്തുന്ന പ്രണയ സ്മാരകമായ താജ്മഹൽ, കല്ലിൽ കൊത്തിയെടുത്ത അജന്ത ഗുഹകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ വർഷവും കാലിക പ്രാധാന്യമുള്ളതും അടിയന്തര ഇടപെടലുകൾ ആവശ്യമുള്ളതുമായ വിഷയങ്ങളിൽ ഊന്നിയാണ് പൈതൃക ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. സങ്കീർണമായ ഭൂതകാലം, വൈവിധ്യമാർന്ന ഭാവികാലം, പങ്കിടുന്ന സംസ്കാരം, പങ്കിടുന്ന പൈതൃകം, പങ്കിടുന്ന ഉത്തരവാദിത്വം, ഗ്രാമീണ ഭൂപ്രകൃതി, പൈതൃകം വരും തലമുറയ്ക്ക് വേണ്ടി, പൈതൃകവും കാലാവസ്ഥയും തുടങ്ങിയ പ്രമേയങ്ങളായിരുന്നു മുൻകാലങ്ങളിലെ പൈതൃക ദിനാചരണം. വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൈതൃകങ്ങളായ കെട്ടിടങ്ങളും കോട്ടകളും മറ്റ് നിർമ്മിതികളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിലും വരൾച്ചയിലും കൊടുങ്കാറ്റ്, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും നാമാവിശേഷമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2008 ലോക പൈതൃക കമ്മിറ്റി 25 രാജ്യങ്ങളിലെ 29 ലോക പൈതൃകങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ഒരു വർഷത്തിനു ശേഷം, അതായത് 2009 17 പൈതൃകങ്ങൾ കൂടി ഉൾപ്പെടുത്തി. ഈ കൂട്ടത്തിൽ തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളും ഉൾപ്പെടുന്നു. ദിനംപ്രതി എന്നോണം നഷ്ടപ്പെടുന്ന പൈതൃക മരങ്ങൾ, ജൈവ വൈവിധ്യ കലവറകൾ, പുൽമേടുകൾ, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, കണ്ടൽ വനങ്ങൾ എന്നിവയുടെ നാശം ഇന്നത്തെ തലമുറയെ മാത്രമല്ല വരും തലമുറയെ കൂടി ബാധിക്കുന്നതാണ്. ഇന്ന് പൈതൃക സമ്പത്ത് മായാനിടയാകുന്നു. പൈതൃകം എന്നാൽ മുൻ തലമുറ നമുക്കായി ബാക്കി വെച്ചത് മാത്രമല്ല, അത് വരും തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മുടേതാണ്.